ചേട്ടാ നമസ്കാരം. പേരെന്തായിരുന്നു ചേട്ടാ? ബെർലി. ചേട്ടാ, ഇപ്പോൾ മുനമ്പം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ ഇവിടെ ആര് ജയിക്കുമെന്നുള്ളത് വലിയ നിർണായകമാണ്. UDFും LDFും മാത്രം ജയിച്ചു പോന്നിട്ടുള്ള ഒരു സ്ഥലം. BJPക്ക് ഒരു മെമ്പർ പോലുമില്ലാത്ത, ഒരു വോട്ട് പോലുമില്ലാത്ത ഒരു വാർഡ്. ഈ സ്ഥലത്ത് ഇത്തവണ എന്തായിരിക്കും ചരിത്രം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞങ്ങൾ ചരിത്രം സൃഷ്ടിക്കൂടാ. അതായത് ഇത്രയും നാളും ഇവിടെ LDFും UDFും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. ചോദിച്ചത് ശരിയാണ്, കറക്റ്റായിട്ട് ഞങ്ങൾക്ക് അത് തന്നെ പറയാനുള്ളത്. ഇവിടെ ഒരു സ്ഥാനാർത്ഥിനെ ഞങ്ങൾ നിർത്തും ഏത് വിധത്തിലും. അതിനുവേണ്ടി എന്തോരം പരിശ്രമിക്കാൻ സാധിക്കുമോ അത് മുഴുവൻ ഞങ്ങൾ ചിലപ്പോൾ കാലത്തും വൈകുന്നേരവും അല്ല രാത്രിയും ചിലപ്പോൾ അതിനുവേണ്ടി പരിശ്രമിച്ച് ആൾക്കാരെ പിടിച്ച് എങ്ങനെയെങ്കിലും ഇത് വോട്ട് ചെയ്ത് ഈ സ്ഥലത്ത് ജയിപ്പിച്ചെടുക്കേണ്ട ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഞങ്ങൾക്ക് വേണ്ടിയാണ് ആ നിയമങ്ങൾ മാറ്റി ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പോന്നിച്ച് ഈ കാര്യങ്ങൾ നടത്തി തന്നേക്കണത്. അപ്പോൾ ഞങ്ങൾ എന്ത് തന്നെയായാലും ഞങ്ങൾ ഈ നാടിനെ രക്ഷിക്കണമെങ്കിൽ അവരെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഞങ്ങൾ കുറേ നാളായി കാണണം. വോട്ടുണ്ടായ കാലം മുതൽ നമ്മൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിനാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അവർ എന്താണ് ഈ ഒറ്റ കൊടുക്കണ മാതിരിയാണ്. ഒരു UDFും ഈ ഇവരും കൂടി ചേർന്നുകൊണ്ട് വഞ്ചിച്ചേക്കല്ലേ ഇവിടെ. ഞങ്ങളിവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങൾ പൈസ കൊടുത്ത് കഴിച്ച സ്ഥലത്തിന് ഇങ്ങനെയൊക്കെ ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞങ്ങൾ ഏത് വിധത്തിലും BJPനെ ജയിപ്പിക്കുള്ളൂ. BJPനെ ജയിപ്പിക്കാൻ എല്ലാ പരിശ്രമവും ഞങ്ങൾ നടത്തും. BJP ജയിച്ചു വന്നാൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഈ സ്ഥലം കഴിഞ്ഞ് ഞങ്ങൾ തെക്കോട്ട് പള്ളിയുടെ തെക്കേശ്വര എന്ന് പറഞ്ഞെങ്കിൽ മുഴുവൻ വെള്ളം കയറണം. അവിടെയൊക്കെ ഇപ്പോൾ ചെന്നാലും വെള്ളം കയറും. മഴക്കാലത്താണ് ഭയങ്കരമായിട്ട് വെള്ളം കയറണം. റോഡിൻ്റെ ഇപ്പുറം വന്ന് അടിച്ചു കൂടി കിടക്കുകയാണ്. നിങ്ങൾ വന്ന് നോക്കിയാൽ കാണാൻ പറ്റും എന്തോരം മണ്ണ് അവിടെ കയറി കിടപ്പുണ്ടെന്ന്. നടക്കാൻ പറ്റില്ല. എത്ര വണ്ടികളാണ് അവിടെ ആക്സിഡൻ്റ് ആയെന്നറിയോ? ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. അടുത്ത ചെല്ലാനം ഇവിടെയാണ്. ഈ ഒരു പ്രശ്നം ഇത് തീർന്നില്ലെങ്കിൽ അപ്പോൾ എന്ത് തന്നെയായാലും ഞങ്ങളുടെ നേതാക്കന്മാരോട് എല്ലാവരോടും പറഞ്ഞ് ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞ് എല്ലാവരും കൂടി നടന്ന് എങ്ങനെയായാലും ഞങ്ങൾ ഈ കൂടെ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കാരണം എന്താണ്, ഞങ്ങളുടെ ആവശ്യമാണത്. ആവശ്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭയങ്കര പ്രശ്നത്തിലാണ്. ഈ ഒരു മുട്ട് ഇപ്പോൾ പുറകാണ്. ഇത് മുമ്പിലോട്ട് കുറച്ചും കൂടി പുറത്തോട്ട് നീട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരാശ്വാസം കിട്ടും. അത് കഴിഞ്ഞ് കൂടുതൽ 2-3 മുട്ടും കൂടി മുലിമുട്ടുമാരെ ചെറുതും കൂടി അവിടെ ഇട്ടാലേ ഇവിടുത്തെ ഈ വെള്ളം കയറ്റത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ റോഡിന് വേണ്ടിയൊക്കെ സ്ഥലമൊക്കെ എടുത്ത് പോകേണ്ട, അത് എന്തൊക്കെയാണെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എങ്ങനെയായാലും ഞങ്ങളിവിടെ ജയിപ്പിക്കാനുള്ള പരമാവധി കാര്യങ്ങൾ നടത്തും. ഇപ്പോൾ ചേട്ടാ, ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് പോലും UDFനല്ലേ ചേട്ടനെ വോട്ട് ചെയ്തത്? ഞാൻ ഇതുവരെ വോട്ട് ചെയ്തേക്കണം അതിന് മാത്രം, വേറെ ഒന്നിനും ചെയ്തിട്ടില്ലല്ലോ. UDF എന്നല്ലാണ്ട് കൈപ്പത്തി അല്ലാണ്ട് വേറൊരു ചിഹ്നത്തിൽ ഞാൻ കുത്തിയിട്ടില്ല. പിന്നെ ഇവിടെ ഈ ഞങ്ങളുടെ സഹകരണ സംഘത്തിൽ വോട്ട് അത് ചെയ്യും. അത് ഞങ്ങളുടെ ആൻ്റപ്പച്ചേട്ടൻ, അത് ഞങ്ങൾ വ്യക്തികളെ നോക്കി ചെയ്യണതാണ്. ആ അങ്ങേരിക്ക് വോട്ട് ചെയ്യും. അല്ലാതെ ഞങ്ങൾ വേറെ ആയിരിക്കും ചെയ്തിട്ടില്ല. ഇപ്പോൾ അവർ ഭരിക്കണത് മറ്റവരാണ്. എന്നാലും അവരോട് ഇത് പറയണം, ഞങ്ങൾ കോൺഗ്രസ്സിന് മാത്രം, കോൺഗ്രസിൻ്റെ വാർഡാണിത്, കോൺഗ്രസിന് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ആളാണ്. എത്ര വോട്ടിനാണ് വിജയിച്ചിരുന്നത്? കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ആദ്യമായിട്ട് താമര ചിഹ്നത്തിന് വോട്ട് ചെയ്യുക എന്നുള്ളൊരു മാനസികാവസ്ഥ അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഭയങ്കര സന്തോഷമായിട്ടാണ് കാണുന്നത്. അത് ഞങ്ങൾ മാറ്റിയെടുക്കണല്ലേ, ഞങ്ങളത് മാറ്റിയെടുക്കണം. ഞങ്ങൾക്കത് മാറ്റിയെടുക്കണം. ഞങ്ങളത് വളരെയധികം എല്ലാവരോടും കൂടി, ഞാൻ പറഞ്ഞില്ലേ, എല്ലാ വീടുകളിലും കയറി ഇറങ്ങി പരമാവധി ആളുകളെ ഇതിനകത്ത് സംഘടിപ്പിച്ച് ഞങ്ങൾ വോട്ട് ചെയ്ത് മാറ്റിയെടുക്കും. അപ്പോൾ താമരക്ക് പുതിയൊരു സ്ഥലം, പുതിയൊരു മുനമ്പമായിട്ട് മാറുമെന്നുള്ളതാണ് ഞാൻ പറയണത്. അങ്ങനെ ആക്കിയെടുക്കും ഈ ത്രിതല പഞ്ചായത്തും. അതിനോട് പിന്നെ വരുന്ന ഈ ഇലക്ഷന് എങ്ങനെയാലും ഇവിടുന്ന് MLA ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീജനങ്ങളുടെയൊക്കെ മനസ്സിൽ എങ്ങനെയാണ്? കുറച്ചധികം ആളുകൾ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അത് പ്രത്യക്ഷത്തിൽ വരാത്ത ആളാണ് അവർ പറഞ്ഞു വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ചെയ്തേക്കാം. ഞങ്ങൾക്ക് ചിലപ്പോൾ വന്ന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ ചിലപ്പോൾ പറ്റില്ല. അത് ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയായാലും വോട്ട് ചെയ്യലും നിങ്ങൾക്ക് BJPക്ക് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുക ഒരുപാട് ആളുകൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾ ഈ BJP ജയിക്കൂടെ എന്നുള്ളത്. ചേട്ടാ, ഇപ്പോൾ ക്രൈസ്തവരുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് LDF UDFും BJP ഒരു ക്രിസ്ത്യൻ വിരുദ്ധ പാർട്ടിയാണെന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ സാധാരണ ക്രൈസ്തവർ ഇലക്ഷൻ ആകുമ്പോൾ അവരുടെ മാനസികാവസ്ഥ മാറാനുള്ളൊരു സാധ്യത ഉണ്ടോ? നേരത്തെ അങ്ങനെ പ്രചരിപ്പിച്ചിരുന്നു. ഇപ്പോൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലായി, ക്രിസ്ത്യാനികൾക്ക് അത് മനസ്സിലായി, ഇവർ ഈ പറയണത് വെറുതെ പറ്റിക്കലാണെന്ന്. അതുകൊണ്ട് തന്നെ ഇത് മാറ്റം ഞാൻ ഉണ്ടാവും. ചേട്ടനൊരു ക്രൈസ്തവനായതിൻ്റെ പേരിൽ ചേട്ടൻ അങ്ങനെ ഒരു പ്രശ്നമൊന്നും? എനിക്കൊരു പ്രശ്നമില്ല. ഇനി എൻ്റെ മരണം വരെ ഞാൻ അവരൊന്നും ചെയ്തില്ലെന്ന് വിചാരിക്കും. ഞാൻ BJPക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. ഞാനത് മാറ്റി എനിക്ക് ഒരൊറ്റ വാക്കുള്ളൂ. ഞാനത് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അത് ഞാൻ ചെയ്തിരിക്കും. ഞാൻ ചേട്ടാ നമസ്കാരം. പേരെന്നായിരുന്നു? ചേട്ടാ, ഇപ്പോൾ ഈ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ BJPയുടെ ഒരു പ്രതീക്ഷ, മുനമ്പത്ത് BJP വിജയിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. എന്താണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ്? ഉറപ്പായിട്ടും BJP ജയിക്കാൻ ചാൻസ് ഉള്ള ഒരു വാർഡാണത്. ഇപ്പോൾ നേരത്തേക്ക് അത് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായാലും കാര്യം ഒരു വോട്ട് പോലും ഇല്ലാത്ത സ്ഥലമായിരുന്നു BJPക്ക്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ രണ്ട് പാർട്ടിയും കളവുകൾ ഏകദേശം ജനങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഇവിടെ BJP ഈ ഒരു പോസ്റ്റർക്ക് ഇവിടെ ഒരു കോൺവെൻറ്റ് ബീച്ചിൽ ഒരു പാലം പണിതിട്ടുണ്ട്. അത് പകുതി ഇടയായിട്ട് നിർത്തി വെച്ചേക്കുന്നു. അതിനെതിരെ ഞങ്ങളൊരു പോസ്റ്റർക്കുകയും
ആ പോസ്റ്റ് ഒട്ടിക്കുകയുണ്ടായി. അതിനുശേഷം ഈ നമ്മുടെ ഈ കടപ്പുറത്തെ സീവാളുകൾ കംപ്ലീറ്റ് ഇടിഞ്ഞിട്ട് ചെറായി വരെയും വെള്ളം കയറി കൊണ്ടിരിക്കും. അതിൻ്റെയും കൂടി കുറ്റം വെച്ച് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ MLA ഇത് വന്നേക്കാണ്, അതിന് പൈസ പാസ്സായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളതിന് വിവരാവകാശം വെക്കാൻ പോയി. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ പോസ്റ്റ് ഒട്ടിച്ച് ഇന്ന് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഇപ്പോൾ പൈസ പാസ്സായി എന്ന് പറഞ്ഞിട്ട് വന്നേക്കണം. ഇന്ന് വരെയായിട്ടും ഇപ്പോൾ ആ പോസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞ് ഇന്ന് വരെയായിട്ടും അതിൻ്റെ ആയിട്ടുള്ള ഒരു പരിപാടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇവരുടെ എന്തെങ്കിലും പ്രതികരണം തുടങ്ങുമ്പോൾ അപ്പം തന്നെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇവരത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളാണെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവരങ്ങനെയാണ് അടിച്ചേൽപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ആളുകളെന്ന് വെച്ചാൽ ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെയും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇവിടെ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞ് നിങ്ങളുടെ പറ്റിക്കൽ ഇനി നടക്കില്ല. ഇപ്പോൾ ഈ ബീച്ചിൽ തന്നെ ആയാലും ശരിയാണ്, ഇവർ ഈ ഇലക്ഷൻ ആകാൻ നേരത്ത് പല പല പരിപാടികൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ബീച്ചിലാണ് പല പല സാധനങ്ങളുണ്ടാവും. ഇവിടെ വെള്ളമില്ല, പക്ഷേ ചെടികളും നട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കരിഞ്ഞു പോകില്ലേ? ഇത് തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആയിരക്കണക്കിന് ചെടികൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഏതാണ്ട് 1 കോടി രൂപയായിട്ട് ഇവിടെ പാസ്സായിട്ടുണ്ട്. പക്ഷേ ഇവിടെ വെള്ളം ഒഴിക്കാനായിട്ട് വെള്ളമില്ലാണ്ട് ചെടി പിടിക്കുമോ? ഇത് തന്നെയാണ് ഈ ഇലക്ഷൻ ഈ ടൈം ആകുന്ന നേരത്ത് ഇവരുടെ പരിപാടി. ഇപ്പോൾ ചേട്ടൻ ഏത് പാർട്ടിയിലായിരുന്നു ഇതിന് മുന്നേ പ്രവർത്തിച്ചിരുന്നത്? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു. ഏകദേശം എനിക്ക് CPM-ലാണ്. എനിക്ക് വോട്ടിനായ കാലം തുടങ്ങി ഇന്ന് വരെയായിട്ട് ഞാൻ പുറത്തു കുത്തിയിട്ടില്ല. ഞാൻ കുത്താൻ പോണ ടൈമാണ് ഈ വന്നത്. ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് BJP കുത്താൻ പോകും. ഇപ്പോൾ ഈ CPM-ൽ പ്രവർത്തിച്ച ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു BJP-യുടെ ഒരു പ്രവർത്തന കാര്യങ്ങൾ എങ്ങനെയാണ്? ഈ പണ്ട് CPM പ്രവർത്തിച്ച അതേ പ്രവർത്തനമാണ് ഇപ്പോൾ BJP പ്രവർത്തിക്കുന്നത്. കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സഹായിക്കുകയും പിടിക്കുകയും ചെയ്യുന്നു. പണ്ടൊക്കെ ഞങ്ങൾ CPM-ൽ ഞാനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അങ്ങനെയാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ വീട്ടിൽ എന്താണ് അത്യാവശ്യം എന്ന് വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ഇന്ന് ഈ CPM-ൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ അത് നേരെ BJP-യിലേക്ക് പോയിരിക്കുന്നു. അതാണ് സംഭവം. ഇപ്പോൾ മാറ്റം ഉണ്ടാവും. ചേട്ടാ നമസ്കാരം. പേര് ആൻ്റപ്പൻ. ഇവിടെ എങ്ങനെയാണ് ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷന് സാധ്യത എങ്ങനെയാണ്? എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണ്? ആർക്കാണ് വോട്ട് ചെയ്തിരുന്നത്? ഞാനേ 1948 ജനിച്ചവനാണ് ഞാൻ. അന്ന് എൻ്റെ അപ്പൻ്റെ വീട് അഴീക്കോട്. അതിൻ്റെ പേരിൽ ഞാൻ അന്ന് കോൺഗ്രസ്സുകാരനാണ്. മനസ്സിലായ? എൻ്റെ അപ്പൻ്റെ വീട് അഴീക്കോടായിരുന്നു. കോൺഗ്രസ്സുകാരനായിട്ടാണ് അപ്പൻ നിന്നത്, ഞാനും അങ്ങനെ നിന്നത്. അന്ന് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നിന്നാണ് PK അബ്ദുൾക്കാർ ജയിച്ചത്. മനസ്സിലായ? അങ്ങോട്ട് ഒടുവ് പിന്നെ ഈ ഭൂനവല്ലി പാസ്സായി കഴിഞ്ഞപ്പോൾ മുതലാളിമാരുടെ ഭൂമികൾ 10 സെൻറ്റ് കൊടുക്കേണ്ട ഒരു കാലഘട്ടം വന്നപ്പോൾ അയാളുടെ അപ്പനൊക്കെ ഭൂമി കൂടുതലുള്ളവരായിരുന്നു. PK അബ്ദുൾക്കാരൻ്റെ ബാപ്പ, അപ്പൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. അബ്ദുൾക്കാരന് ബാപ്പാക്കൊക്കെ ഒരുപാട് ഭൂമി ഉണ്ടായിരുന്നു. 10 സെൻറ്റ് ഭൂമി കൊടുക്കൂല എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഈ മോനിടപെട്ട് കൊടുപ്പിച്ച്. അപ്പോൾ അവർ തമ്മിൽ എതിരായി. എന്നിട്ടും അയാൾ ജീവിച്ചു നിന്ന്. അയാളെ വെടിവെച്ച് അവർ കൊന്നു കളഞ്ഞു. അവർ വെടിവെച്ച് കൊന്നു കളഞ്ഞു. 1900 ഒരു സെപ്റ്റംബർ മാസം 17-ാം തീയതിയാണ് അങ്ങ് വെടിവെച്ച്. ഇത് സെപ്റ്റംബർ അല്ലേ ഇത്? സെപ്റ്റംബർ മാസം 17-ാം തീയതിയാണ് അയാളെ വെടിവെച്ച് കൊന്നത്. അതൊക്കെ പോട്ടെ. പിന്നെ ഞാനും ഇവിടെ ഇക്കരെയാണ് ഭൂമികൾ. അപ്പൻ്റെ അമ്പണ വീട് ഇവിടെ എൻ്റെ പോലും ഞാൻ ഇവിടെ താമസം ആയി. ഇവിടുത്തെ ഭൂമി കയ്യേറ്റം ഭൂമി ഉണ്ടായിരുന്നു. അത് ഈ ഭൂമി കയ്യേറി എടുത്തപ്പോൾ സേട്ടുവിൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞ് സേട്ടുമായിട്ട് കേസ് പറഞ്ഞ് ലാസ്റ്റ് സേട്ടു ഫറൂഖ് കോളേജിന് കൊടുത്ത് ഫറൂഖ് കോളേജിനായിട്ട് പിന്നെ ഇവിടെയുള്ള ജനങ്ങൾ കേസ് പറഞ്ഞ് അത് കോടതിയിൽ വെച്ചൊരു സമ്മതിയായി ഈ ഭൂമി എല്ലാവർക്കും വിലക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ വില കൊടുത്ത് വാങ്ങിച്ച ഭൂമിയിലാണ് ഞങ്ങൾ കിടക്കുന്നത്. 10-35 മുതൽ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? അന്ന് തുടങ്ങി ഞാൻ കോൺഗ്രസിനെ വോട്ട് ചെയ്യണത്. ഇവിടെ അതിനുശേഷം KC അബ്രഹാം മാഷ് വന്നു, MK രാഘവൻ വന്നു, പിന്നെ PK വേലായുധൻ, ഇങ്ങനെ ഓരോ MLA-മാരൊക്കെ വന്ന് അവർക്കൊക്കെ വോട്ട് ചെയ്തു. പിന്നെ പാർലമെൻറ്റിലോട്ടുള്ള ആൾ വന്ന് ഹൈബി ഈഡൻ്റെ അപ്പൻ ജോർജ് ഈഡൻ, അവരൊക്കെ നമ്മൾ ഈ പള്ളിയിൽ വെച്ച് ഈ ഇവിടുത്തെ വെച്ച തൈട കരിക്കിട്ട് കൊടുത്ത് കുടിപ്പിച്ച് ജയിപ്പിച്ച് വിട്ട ആളാണ് ഞങ്ങൾ. ഈ ഈഡൻ്റെ അപ്പന് മനസ്സിലായ? അങ്ങനത്തെ ഒരു പാരമ്പര്യമുള്ളവരാണ് ഞങ്ങൾ. അത് ഇന്ന് വരെയും ഈ കോൺഗ്രസ്സിന് മറ്റേ ഉദ്ദേശമുള്ളൂ. 60 കൊല്ലത്തോളമായി ഞാൻ ഈ കോൺഗ്രസിൻ്റെ ഇത് ചുമന്നുകൊണ്ട് നടക്കുന്നത്. മനസ്സിലേ? ഇത് 2 കൂട്ടരും ഇവിടെ വരിക്കും. 2 കൂട്ടരും ഒരു മാറി ചിന്തിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇപ്പോൾ ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടായെന്ന് പറയുന്നത് അവർ ഇപ്പോൾ ഈ കേസ് വന്നപ്പോൾ അവർ ചേട്ടനും അനിയനും ഭാവയും കൂടി ഒരു കളിയാണ് കളിക്കുന്നത്. ഇവിടെയുള്ള ജനങ്ങളെ വന്നും കൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു തരാം, ഇങ്ങനെ ചെയ്തു തരാം, ഞങ്ങൾ അങ്ങനെ ചെയ്തു തരാം, ഇങ്ങനെ ചെയ്തു തരാം, ഇത് 10 മിനിറ്റ് കൊണ്ട് തീർക്കണ കേസാണെന്ന് വന്നും കൊണ്ട്
ഇപ്പോൾ പ്രതിപക്ഷം പറയും, മറ്റവർ പറയും ഞങ്ങൾ കമ്മീഷൻ വെച്ചൊക്കെ ശരിയാക്കി വേഗം തരാം. ഇങ്ങനെ രണ്ടു കൂട്ടരും വന്നുകൊണ്ട് ഞങ്ങളെ പറഞ്ഞ് സമാധാനിച്ചുകൊണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ട് അപ്പുറം ചെന്നുകൊണ്ട് കൈവൊക്കെയാണ്. 140 MLA-മാരും കേരളത്തിലുള്ളവർ അവിടെ ഒത്തുകൂടിക്കൊണ്ട് പറയും ഇത് വക്കപ്പിൻ്റെ വകുപ്പാണെന്നും പറഞ്ഞാണ് കൈവക്കണത്. അപ്പോൾ ഇതിൽ നിങ്ങൾ മാറ്റി ചിന്തിക്കുമോ? ലാസ്റ്റ് ഇതിന് ഒരു മാറ്റി ചിന്ത വന്നത് പാർലമെൻറ്റിൽ ഇതിനൊരു മാറ്റം വന്നു. ഈ ലോകം മുഴുവനും ലോകമല്ല ഇന്ത്യ രാജ്യം മുഴുവനും വക്കപ്പ് കൈകാര്യം ചെയ്യണമെന്നുള്ളത് നരേന്ദ്രമോദി സാർ അറിഞ്ഞപ്പോൾ അതിനൊരു പരിഹാരം കാണാനായിട്ട് ഇതിനൊരു തീരുമാനത്തിലോട്ട് എത്തി. ഈ JPC ഇങ്ങനെയുള്ള വകുപ്പൊക്കെ ഇട്ട് അവരത് പാർലമെൻറ്റിൽ പാസ്സാക്കി കഴിഞ്ഞ് ഇത് രാഷ്ട്രപതിയുടെ ഒപ്പും വന്നു. പിന്നീടും അവർ കേസിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ജനങ്ങളെ പറ്റിക്കണ ഒരു വകുപ്പാണ് ഇത്. വക്കപ്പിന് ഒരു അധികാരമില്ലാത്ത ഭൂമിയാണ്. കാരണം വക്കപ്പിൻ്റെ ഒരു രേഖയില്ല. ഉള്ളത് സേട്ടുവിൻ്റെ ഭൂമി, സേട്ടു പിന്നെ ഫറൂഖ് കോളേജിന് കൊടുത്ത് അവരുടെ ഉണ്ട് രേഖ. ഞങ്ങൾക്കത് രേഖാമൂലം ഭൂമി തന്നിട്ടുണ്ട്, ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ സർക്കാർ ഇട്ട് കളിപ്പിക്കുകയാണ്. എങ്ങനെ ചേട്ടനും ഭാവയും അനിയനും ഭാവയും ഇത് തന്നെ കളി. അപ്പോൾ ഈ വന്നുകൊണ്ട് ഞങ്ങളുടെ വോട്ട് കിട്ടണം. ഇപ്പോൾ ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ അപ്പോൾ നിങ്ങളെല്ലാവരും മാറി ചിന്തിക്കാനുള്ള ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ചിന്ത വന്നു, ഇത് ഞങ്ങളെ പറ്റിക്കലാണല്ല, ഞങ്ങളെ പറ്റിച്ച് ഇത് അവർ കൊടുക്കണമല്ലാണ്ട് ഞങ്ങളൊക്കെ ഉണങ്ങിപ്പോണു. ഇവിടെ കുടിവെള്ളമില്ല, കടൽ കയറ്റം, പാലുമില്ല, ഒരു യാത്രാ സൗകര്യം ഒരു റോഡ് മാത്രമേ ഉള്ളൂ. അത് ഇവിടെ ഉള്ള ഈ ഭൂമി ഞങ്ങൾ സർക്കാരിന് വിട്ടു കൊടുത്തിട്ട് റോഡിട്ടേക്കാണ്. അതെ. അപ്പോൾ ഈ നിലവിൽ ഇവിടുത്തെ BJP എന്ന് പറയുന്ന പാർട്ടിക്ക് ഇവിടെ എന്താണ് സാധ്യതയുണ്ടോ? നിലവിൽ BJPയുടെ ഒരൊറ്റ മെമ്പർമാരും ഇല്ല ഇവിടെ. പക്ഷേ ഇപ്പം BJPയോട് സ്നേഹം എല്ലാവർക്കും കൂടുന്നുണ്ട്. അത് ഇവരുടെ പ്രവൃത്തി കൊണ്ട് ഇനിയും കൂടിക്കൊണ്ടിരിക്കുകയുള്ളു. BJPയോട് ഇവരുടെ ഈ പ്രവൃത്തി കൊണ്ട് ഇനിയും BJPയോട് കൂടുകയുള്ളു. കാര്യം അവർ 8-9 കൊല്ലമായിട്ട് ഈ ഇന്ത്യ രാജ്യം ഭരിച്ചിട്ട് അവരൊരു തെറ്റെങ്കിൽ കാണിച്ചിട്ടില്ല. അവരൊരാളുടെയും മുതൽ കട്ടിട്ടുമില്ല. അവരൊരാളുടെയും മുതൽ കട്ടണം. ഒരു വിവരം ഇന്ന് യുവന്മാർക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയണം. ഇവിടെ കക്കണത് വേറെ ഇഷ്ടംപോലെ കക്കുണ്ട്. ഇവിടുത്തെ നേതാക്കന്മാരും മന്ത്രിമാരും മുന്ത്രിമാരും ഒക്കെ നടന്നുകൊണ്ട് കക്കയാണ്. അങ്ങാട് യാത്ര ചെയ്ത് ഇങ്ങാട് യാത്ര ചെയ്തൊക്കെ കൊണ്ടുപോകണം, വീട്ടിലോട്ടാണ് കൊണ്ടുപോകണത്. മനസ്സിലായ? മാറ്റം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും.